ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നു. അപ്പോൾ നേരം വെളുത്തപ്പോൾ നല്ല മഴ കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഒരു 5-6 ദിവസമായല്ലോ നല്ല മഴ കഴിഞ്ഞു അല്ലേ? അപ്പോൾ എല്ലായിടത്തും മഴ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മഴ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയ മത്തി കറി വെക്കുക കേട്ടോ. കുഞ്ഞ മത്തി എന്നൊക്കെ പറയാം. അപ്പോൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി അരിഞ്ഞതും ചതവും ഇത് കൂടെ കേട്ടോ. അപ്പോൾ ഉരുവ കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതിരിക്കും കേട്ടോ. അപ്പോൾ ഉരുവയൊക്കെ നല്ലോണം പൊട്ടിക്കും. ഇത് നല്ല മൂത്ത് വന്നാൽ മല്ലിപ്പൊടി, മുളകും പൊടി, പെരുംജീരകപ്പൊടിയൊക്കെ ഇട്ട് മത്തി കൂട്ടാൻ വെക്കാം. അത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇഞ്ചിയൊക്കെ ചതച്ച്, വെളുത്തുള്ളി ചതച്ച്, ചെറിയ ഉള്ളി അരിഞ്ഞ് അതാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. അതിന് നല്ല മൂത്ത പുളിവെള്ളം, മസാലപ്പൊടിയൊക്കെ ഇട്ട് പുളിവെള്ളം ഒഴിക്കും കേട്ടോ. എന്നിട്ട് അത് തിളച്ച് എന്നതിന് ശേഷം മത്തി, ചെറിയ മത്തിയൊക്കെ എന്നിട്ട് കാണിച്ചിട്ടാണ് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇത് നോക്കേണ്ട വെച്ചിട്ട് തക്കാളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇട്ട് എന്നിട്ട് നല്ലോണം നിറയ്ക്കും. അപ്പം നല്ല മൂത്തതിന് ശേഷം ഞാൻ മല്ലിപ്പൊടി, മുളകും പൊടിയൊക്കെ ഇടും കേട്ടോ. ഇത് കുറേയൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ചീഞ്ഞ് വെക്കുന്നത് കാണിച്ചു തരും കേട്ടോ. പിന്നെ രാവിലെ ചപ്പാത്തിയും പച്ചക്കറിയും ഉണ്ടാക്കും കേട്ടോ. ചപ്പാത്തി അപ്പം ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 സ്പൂൺ, ചെറിയ സ്പൂണാട്ടോ മുളകും പൊടി. പാകത്തിന് ഒരു ഉള്ളിട്ട് അങ്ങനെ ഇട്ടു കേട്ടോ. ഞാൻ എൻ്റെ ഭാഗത്തിന് അതിനിട്ടാം 5 സ്പൂൺ ഇട്ട്. പിന്നെ മല്ലിപ്പൊടി ചെറിയ സ്പൂണാവും കേട്ടോ. നല്ല ചെറിയ സ്പൂൺ. പെരുംജീരകപ്പൊടി, എന്നിട്ട് നല്ലോണം അടക്കുക. എന്നിട്ട് മൂത്തതിൻ്റെ ശേഷം പുളിവെള്ളം ഒഴിക്കുക. പാകത്തിന് വെള്ളം ഒഴിക്കുക. എത്ര വേണ്ടിച്ചാൽ കറി എത്ര വേണ്ടിച്ചാൽ അത്ര ഒഴിക്കുക. അപ്പോൾ നല്ല മണം വരുന്നിട്ട് അത് വറുത്ത് പിടിപ്പിച്ച് തന്നെയാണ്. എന്നാലും ഞാൻ എണ്ണയിലിട്ടിട്ട് ആക്കും. നല്ല രസമാട്ടോ ഈ കൂട്ടാൻ. അപ്പം നല്ല രസം, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിന്ന് പുളിവെള്ളം ഒഴിക്കാം. എന്നിട്ട് ഞാൻ മീനൊക്കെ ഇട്ടതിന് ശേഷം ഇത് കാണിച്ചു തരുന്നുള്ളൂ. നമുക്ക് ഇതിങ്ങനെ ഇതാണ് എന്താ പുളിവെള്ളം ഒഴിക്കാൻ പോകും കേട്ടോ. ഇത് തിളച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം കേട്ടോ മീനൊക്കെ കറിയൊക്കെ നല്ല തിളച്ചു. അപ്പോൾ കേട്ടോ മത്തി, ചെറിയ മത്തി കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഈ മീനും കറി ഒപ്പം വെന്ത് വറ്റിട്ടെ, പാകത്തിന് വറ്റിയാൽ മതി കേട്ടോ. നമുക്ക് കറി വേണമല്ലോ, നമുക്ക് ചോറിലേക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ പുളി പോലെ ഇട്ട് വെക്കുന്നത്. എന്നിട്ടത് നല്ല കടന്ന് ഈ വെള്ളം കുറച്ചുകൊണ്ട് വറ്റും. ഈ മീൻ ഇതിൽ കടന്ന് നല്ല ഇത് വരും. അപ്പം ഇത് മൂടി വെക്കട്ടെ കേട്ടോ. കേട്ടോ മീനൊക്കെ ആയി നല്ല അടിപൊളിയായിട്ട് വെന്ത് കാണുന്നുണ്ട്. കേട്ടോ മീൻ കറി നല്ല അടിപൊളിയായിട്ട് വെന്ത് കഴിഞ്ഞാ മീൻ കറക്കുന്നു കുറച്ചിട്ടോ. ചെറിയ കുഞ്ഞു മത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവുക. ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ നാളെ വേറെ വീഡിയോയ്ക്ക് വരിക. അതിലേക്കും അസ്സലാമു അലൈക്കും.